നമസ്കാരം. ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കും. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ്. ദേശീയ പണിമുടക്ക് ആർക്ക് വേണ്ടിയാണ്? അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് 97 ഹർത്താലുകൾ ഉണ്ടായി. എന്തിനു വേണ്ടി? ഹർത്താൽ നടത്തിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിച്ചത് എന്താണ്? അവർ തന്നെ പറയട്ടെ. എല്ലാവിധ പണിമുടക്കുകളും തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ഒരാൾക്ക് പണിമുടക്കാൻ അവകാശമുള്ളത് പോലെ തന്നെ പണിമുടക്കാതിരിക്കാനുള്ള അവകാശം ബാക്കിയുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. സാധാരണ ജോലിക്കാരാണ് നമ്മൾ, വളരെ കൂലിപ്പണിക്കാരെ പോലെ. അപ്പോൾ ആ പണിമുടക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെ സാധാരണക്കാരന്. 30 ദിവസം ഹർത്താൽ വേണം എന്നുവെച്ചാൽ എന്നാലേ കാര്യങ്ങൾ നല്ല രീതിയിൽ പോവുള്ളൂ. ഇനിയിപ്പോൾ ദിവസങ്ങൾ വേറെ ഒന്നുമില്ല. ഹർത്താൽ കാരണം ഇങ്ങനെ ഹർത്താൽ ഇനി കലണ്ടറിൽ ഡേറ്റ് ഇല്ല. ഇപ്പം മാസത്തിൽ ഈ പറയുന്ന പോലെ 30 ദിവസം ഹർത്താൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഏത് ദിവസം ഹർത്താൽ വെക്കാൻ പറ്റും? നമ്മുടെ ഇപ്പോൾ ഈ സമരം കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ വ്യാപാരികൾക്കോ അല്ലെങ്കിൽ മറ്റു ആൾക്കാർക്കോ ആർക്കും പണിയില്ലാതെ ആവുന്നു. കുറേ പേരുടെ പണിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ ശമ്പളം കിട്ടുന്നില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ ഇത് പണിക്ക് പോയില്ലെങ്കിൽ ലീവാക്കി വെക്കും. ഞാൻ എല്ലാ ഹർത്താലിനും കട മുടക്കാണ് ചെയ്യണത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഹർത്താലിന് എന്താണ് ഞാൻ നാളെ തുറക്കാൻ തീരുമാനിച്ചു. ഞാൻ തുറന്നില്ല. എപ്പോഴും ഹർത്താൽ വരും. എപ്പോഴും കട അടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് 100 പ്രാവശ്യം മുടങ്ങി കഴിഞ്ഞാൽ അത് 2ാം പ്രാവശ്യം ഞങ്ങൾക്ക് കടമ ഇടേണ്ടി വരും. എന്താണെങ്കിലും നാളെ ഞങ്ങൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വലിയ നേട്ടമുണ്ടോ പ്രതീക്ഷയിലല്ല വർക്ക് ചെയ്യുന്നുണ്ട്. 2% പൈസ വേണം തന്നെ. നമുക്ക് പണിയെടുത്താലേ പൈസയുള്ളൂ. തൊഴിലാളി വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളെ പണിമുടക്ക് വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലുള്ള തൊഴിലാളികളെ തിരിഞ്ഞു നോക്കി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് 2 ദിവസത്തെ ഞങ്ങൾ പൊതുപണിമുടക്ക് വെച്ചേക്കണത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ വന്നവർ അവർക്കെല്ലാം പ്രതീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഹർത്താൽ യോജിക്കുന്നവർ പോലെ തന്നെ പെട്ടെന്ന് തരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവല്ലേ. പിന്നെ ഈ പണിമുടക്കെന്ന് പറഞ്ഞാൽ പൊതുവെയുള്ള ഈ വരാവുന്ന നാളത്തെ പണിമുടക്കെന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി സംഘടനകളും എല്ലാ സംഘടനകളും നേരത്തെ കാലത്ത് ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിലിപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും പങ്കെടുക്കണം എന്നുള്ളത് എല്ലാ യൂണിയൻ ആൾക്കാരും ഇതിൽ പങ്കെടുക്കണം. അത് സാധാരണയാണ് നമ്മളെ ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. അത് പക്ഷെ പെട്ടെന്നുള്ള ഈ ഹർത്താൽ ജനങ്ങളെ വലക്കുന്നുള്ള കാര്യം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതിൽ എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒരു സത്യം തന്നെയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഈ 2 ദിവസത്തെ ഹർത്താൽ കൂടുതലും പാവങ്ങളായ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഇതിപ്പോൾ കൂലിപ്പണിക്കാരുണ്ട്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. കൂലിപ്പണിക്കാരെ ഇപ്പോൾ ഒരാഴ്ച പണി ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച പണി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഈ 2 ദിവസത്തെ ഹർത്താലിൽ അവന് സ്വന്തം കുടുംബത്തിലെ 2 ദിവസത്തെ വരുമാനം പോകുമ്പോൾ അവരുടെ വീടാണ് പട്ടിണിയാവുന്നത്. ഈ ഹർത്താൽ നടത്തുന്നവർക്ക് യാതൊരു നഷ്ടവുമില്ല. ജനങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, യാത്രാ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇവർ കണക്കാക്കുന്നില്ല. ഇതിപ്പോൾ CPM ആയാലും ശരി, UDF ആയാലും ശരി, BJP ആയാലും ശരി, അവർക്ക് ഹർത്താൽ മാത്രം നടന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത്. 4.25 കൊല്ലത്തോളമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന തൊഴിലാളി വിരുദ്ധ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തിയിട്ടും തൊഴിലാളികൾ ഏത് രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചാൽ അയാൾക്കല്ല. ട്രേഡ് യൂണിയൻ രംഗത്ത് ഇന്ത്യയിലെ സർവ്വ ട്രേഡ് യൂണിയൻ രംഗങ്ങളെയും കുത്തഴിച്ച രീതിയിൽ അവരെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലെ വേറൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലാതെ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് അതിൽ BMS ഒഴിവായിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. BMS ഒഴിവായിരിക്കുന്നത് ഈ നരേന്ദ്രമോദി സർക്കാരിനെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്കുള്ളത് കൊണ്ടാണ്. പക്ഷേ ബാക്കിയുള്ള ഒരു ട്രേഡ് യൂണിയനും അതിൻ്റെ ആവശ്യമില്ല. ഒരു ഹർത്താൽ കഴിഞ്ഞാൽ അത് തോട്ടത്തോടെ ഒരാഴ്ചയിൽ ഒരു ഹർത്താൽ വരുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇത് നടക്കാൻ പോകുന്നത് ആ സമരത്തിൽ പണിശാലകളിലേക്ക് ചെല്ലാത്ത തൊഴിലാളികൾ കൊണ്ടുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് അടഞ്ഞു കിടക്കും. അതാണ് ഇതിനുള്ള ഒരു പ്രത്യേകത. സാധാരണ മറ്റ് സമരങ്ങൾ ബലം പ്രയോഗിച്ചാണ് നടത്തിക്കണം. ബന്ധുക്കളുമായാലും സമരം മുടക്കായാലും സമരത്തിൽ ആരെങ്കിലും കയറിയേണ്ട പിക്കറ്റിങ് അതുപോലെയുള്ള ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ പത്രങ്ങളിൽ കൂടിയുള്ള വിവരമല്ല നമുക്ക് കിട്ടണം. ആ വിവരം അനുസരിച്ച് ഇതാണ് സംഭവിക്കാൻ പോകണം.
നേരെ മറിച്ച് അത് നാളെ കഴിഞ്ഞ് അത് 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം, കാരണം ഈ ഒരു അവരുടെ ഒരു അവകാശങ്ങൾ അറിയിക്കാനാണെങ്കിൽ ഒരു ദിവസം നടത്തിയ പോലെ എന്തുകൊണ്ട് ഈ 2 ദിവസം നടത്തുന്നത്? കാരണം ഇത്രയും ട്രേഡ് യൂണിയനിൽ നടത്തുമ്പോൾ ആണെങ്കിൽ പോലും ഇതെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം കച്ചവടക്കാരൻ കട അടച്ചിട്ടാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആര് കട തുറക്കും? ഇതിനുള്ള സെക്യൂരിറ്റി ആര് കൊടുക്കും? ഇത് സംഭവം ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. മെനഞ്ഞാന്ന് ഒരു ഹർത്താൽ കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഇതുവരെ ജനങ്ങൾക്ക് മാറിയിട്ടില്ല. ഒരു മാസത്തിൽ 2-3 ഹർത്താലുണ്ട്. നമ്മളെപ്പോലെ വണ്ടി ഓടുന്നവർ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞിടെ ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ഹർത്താൽ കഴിഞ്ഞു. അപ്പോൾ ഇനി 2 ദിവസം ദേശീയ പണിമുടക്കാണ്. എന്നാലും അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള കുടുംബം കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. അത് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഹർത്താലാണിപ്പം. നാളത്തെ ഹർത്താൽ കാരണം ഞങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ വരാൻ പറ്റുന്നില്ല. അതുപോലെ ഇപ്പം ഞങ്ങൾ ദൂരത്തുനിന്ന് വന്നാവുമാർക്ക് ട്രെയിൻ പോലും ഇല്ലെന്നില്ല പറയുന്നത്. കാരണം ഹർത്താലിൽ എന്തിനു നടത്തണേന്ന് ഒരു കാര്യമില്ല. ഈ 2019 തുടങ്ങിയപ്പോൾ തന്നെ ഹർത്താലാണ്. ഈ ഹർത്താൽ ഇങ്ങനെ വന്നതിനാൽ ആർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ കൂടെ പഠിക്കണ പിള്ളേർ തൃശ്ശൂരിൽ നിന്ന് വന്നവർ, അത് ഇവിടെ നിന്ന് പഠിക്കണ. ഞങ്ങളിവിടെ ക്ലാസ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവന്മാരിവിടെ ഒറ്റയ്ക്കാണ്. അവർക്കും പോകാൻ, നാളിലേക്ക് പോകാനും പറ്റില്ല. ഇവിടെ നിൽക്കുന്ന കാര്യം തന്നെ ഭയങ്കര കഷ്ടമാണ് ഹർത്താൽ കാരണം. പിന്നെ കടകൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരവരുടെ അന്നന്നത്തെ ഭക്ഷണവും ഇതിനൊന്നും വേണ്ടിയുള്ള സാധനങ്ങളൊന്നും അവർക്ക് ഇതാവുള്ള. അതുകൊണ്ട് ഹർത്താൽ ഇതിപ്പോൾ തന്നെ നാളെയും നാളത്തെ കഴിഞ്ഞും അവധിയാണ്. അതൊക്കെ കാരണം ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. ഹർത്താലിനെ ഞാൻ തീരെ അനുകൂലിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ എല്ലാ പാർട്ടികളും ഹർത്താലും വെച്ച് പണിമുടക്കുമായിട്ട് ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയനാണ്.